ഇന്ന് നമുക്ക് ഒരു കുതിരക്കൂട്ടത്തിന്റെയും ചെന്നായയുടെയും കഥ കേട്ടാലോ? വിശന്നു വലഞ്ഞ ചെന്നായ ഇര തേടി നടക്കുകയായിരുന്നു. കുറേ നടന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. അങ്ങ് ദൂരെ ഒരു കുതിരക്കൂട്ടം. പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കുതിരകളെ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളം നിറഞ്ഞു. കൂട്ടത്തിലെ ചെറുകുതിരകളിൽ ഒന്നിനെ കിട്ടിയാൽ ഇന്നത്തെ കാര്യം കുശാലായി. പക്ഷേ അവരെ പിടിക്കുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. അവരുടെ ഒപ്പം ഓടിയെത്താനൊന്നും ചെന്നായ്ക്കാകില്ല. അവനൊരു സൂത്രം തോന്നി. അവൻ നേരെ കുതിരക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു. തങ്ങളുടെ നേരെ നടന്നെടുക്കുന്ന ചെന്നായെ കണ്ട് കുതിരകൾ അത്ഭുതത്തോടെ നോക്കി. ചെന്നായ അവരോട് പറഞ്ഞു, "ഞാനൊരു വൈദ്യനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആ കാണുന്ന കുതിരക്കുട്ടിക്ക് കാലിൽ ഒരു മുടന്തുണ്ട്. ഞാൻ അവന്റെ മുടന്ത് ശരിയാക്കിത്തരാം." കാൽ കാണിക്കാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചാടി വീണ് കുതിരക്കുട്ടിയെ ആക്രമിക്കാനായിരുന്നു ചെന്നായയുടെ തന്ത്രം. "ഓഹോ, താങ്കൾ ഒരു വൈദ്യനാണല്ലേ? ഞാൻ ഒരു വൈദ്യനെ കാണാനിരിക്കുകയായിരുന്നു. എന്റെ പിൻകാലിൽ ഒരു മുറിവുണ്ട്," കൂട്ടത്തിലെ ഒരു കുതിര പറഞ്ഞു. "അതിനെന്താ, ഞാൻ ശരിയാക്കിത്തരാം. കൂട്ടത്തിൽ നിന്നും ഇങ്ങോട്ട് മാറി നിന്നോളൂ. വലിയ കുതിരയാണെങ്കിലും തനിക്ക് അടിച്ചു വീഴ്ത്താമല്ലോ എന്ന് കരുതി," ചെന്നായ പറഞ്ഞു. കുതിര മാറി നിന്ന് തന്റെ ഇടത്തെ പിൻകാൽ ഉയർത്തി. ചെന്നായ അതിലെ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് കുതിരയുടെ പിന്നിലെത്തി. കുതിര പെട്ടെന്നൊന്ന് ഉയർന്നു ചാടി തന്റെ കാലുകൊണ്ട് നല്ലൊരു തൊഴി കൊടുത്തു. 3-4 മലക്കം പറഞ്ഞ് ഏതാനും ഭാഗത്തേക്ക് ദൂരെ പോയി ചെന്നായ വീണു. ഒന്ന് എണീറ്റ് നിൽക്കാൻ തന്നെ കുറേ സമയമെടുത്തു. പിന്നീട് ഒരിക്കലും കുതിരയെ തിന്നണമെന്ന സ്വപ്നത്തിൽ പോലും അവൻ വിചാരിച്ചിട്ടില്ല.